ഗാസയിൽ വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഹമാസ്. ശക്തമായ തിരിച്ചടി നൽകാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവ് നൽകി. സുരക്ഷാതല യോഗത്തിന് ശേഷമാണ് ഉത്തരവ്. ഹമാസ് മൃതശരീരം കൈമാറിയതിലെ തർക്കം തുടരുന്നതിനിടയിലാണ് വീണ്ടും പ്രകോപനം. വിവരങ്ങൾ ഐസൺ ജോസ് നൽകും. ഐസൺ, എല്ലാ കാലഘട്ടങ്ങളിലും ഈ ഇസ്ലാമിക ഭീകര സംഘടനയായ ഹമാസ് ആണ് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. അതിനുശേഷം ഇരവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്യും. ഇപ്പോഴത്തെ ഈ ഹമാസിന്റെ നീക്കത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഏത് രീതിയിലുള്ള തിരിച്ചടിക്കാണ് ഇസ്രായേൽ ഒരുങ്ങുന്നത്? തീർച്ചയായും ദക്ഷിണ ഗാസയിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, റഫ അതിർത്തി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണിത്. നമുക്ക് നേരത്തെ സൂചനയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇനിയും ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്നതിൽ 12ഓളം ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇനിയും വിട്ടുകൊടുക്കാനുണ്ട്. അത് തെരച്ചിൽ നടത്തുന്നതിന് ഈജിപ്തിൽ നിന്നുള്ള സംഘം ഉൾപ്പെടെ ഗാസയിലെത്തി തെരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ദക്ഷിണ ഗാസയിലെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ, അതായത് റഫ അതിർത്തിയുടെയും ആ പരിസരങ്ങളിലുമെല്ലാമുള്ള ഇസ്രായേലിന്റെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ശക്തമായ ഒരു ആക്രമണം ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ ഒരു വെടിനിർത്തൽ ലംഘനമാണ് എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഇസ്രായേൽ എത്തിയിരിക്കുന്നതും. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അടിയന്തര സുരക്ഷാ ക്യാബിനറ്റ് യോഗം ചേരുകയും തുടർ നടപടികൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തത്. ശക്തമായ ആക്രമണം വളരെ കൃത്യമായ രീതിയിൽ ഹമാസിനെതിരെ നടത്തണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. 2 ദിവസം മുമ്പും ഇതുപോലെ തന്നെ സമാനമായൊരു നീക്കം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോഴും പ്രകോപനം സൃഷ്ടിച്ചത് ഹമാസ് തന്നെയാണ്. ഹമാസ് ഇതേ മേഖലയിലുള്ള ഈ സൈനിക സംവിധാനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. അന്നും ഈ മൃതദേഹങ്ങളുടെ വിഷയം തന്നെയായിരുന്നു, മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്നത് സംബന്ധിച്ച വിഷയം തന്നെയായിരുന്നു ഒരു ഗൗരവമേറിയ വിഷയമായി വന്നത്. ശക്തമായ ഒരു പ്രത്യാക്രമണത്തിനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ മണിക്കൂറുകൾക്കകം അതിശക്തമായ ഒരു ആക്രമണത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല. നിലവിലെ സാഹചര്യങ്ങൾ നൽകുന്ന സൂചനയും അത് തന്നെയാണ്. തീർച്ചയായും നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ സമാധാന നീക്കങ്ങൾ ശാശ്വതമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും പ്രകോപനം സൃഷ്ടിക്കുന്ന ഒരു നീക്കം ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇതിന്റെ ലക്ഷ്യം എന്ത് എന്നുള്ളതില്ല ആശങ്കയാണ് ഇപ്പോൾ ആഗോള സമൂഹത്തിന് മുന്നിൽ നിലനിൽക്കുന്നത്. ഗൗതം, വർഷങ്ങൾക്ക് ശേഷം അവിടെ ഒരു സമാധാനം ഉണ്ടാകുന്നു. നിരവധി രാജ്യങ്ങളുടെ ഇടപെടലിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്നാൽ അവിടെ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ ഭീകര സംഘടനയായ ഹമാസ് ശ്രമിച്ചിരിക്കുകയാണ്. സമാധാന കരാറിൽ ഇരു രാജ്യങ്ങളും ധാരണയിൽ, ഇസ്രായേലും അതോടൊപ്പം തന്നെ ഹമാസും ധാരണയിൽ എത്തിയിട്ട് ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ. അവിടെ വീണ്ടും ഇപ്പോൾ ഹമാസിന്റെ ഭാഗത്ത് നിന്നും പ്രകോപനമുണ്ടായിരിക്കുന്നു. ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഐസൺ ജോസ് ആണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ അപ്ഡേറ്റ്സ് നൽകിയത്.